ഇന്നത്തെ വാർത്താപകലിൽ വന്ന വലിയൊരു വാർത്തയായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തിയെന്ന കാര്യം. നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമായി. 3 ആളുകൾക്ക് പുറമെ ട്രൗസർ മനോജ് എന്ന പ്രതിക്കും ശിക്ഷ ഇളവ് നൽകാൻ പോലീസ് നീക്കം നടത്തിയെന്നായിരുന്നു ഇന്നത്തെ വാർത്താപകലിൽ വന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല KK രമ പറഞ്ഞു ഇവർക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തന്നോട് മൊഴിയെടുത്തു എന്നുകൂടി വെളിപ്പെടുത്തിയതോടെ സർക്കാർ തീർത്തും പ്രതിരോധത്തിലായ ഒരു വാർത്താപകലാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതായത് ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ഇങ്ങനെയുള്ള ഇളവുകളോ ജാമ്യമോ അനുവദിക്കാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് ധൃതി പിടിച്ച് സർക്കാർ ഒരു നീക്കം നടത്തിയത്. സർക്കാരിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഇലചെന്ന് മുള്ള വീണാലും മുള്ളി എന്ന ഇലയിലെ വീണാലും ജയിൽ ഉദ്യോഗസ്ഥന്മാർ വെട്ടിലാകുമെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ ഈ അക്കിടിയിൽ തലയൂരാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വഴിവിട്ട നീക്കം നടത്തുന്നുവെന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഇളവ് പരിഗണിച്ചില്ല എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും വഴിവിട്ട നീക്കം തെളിയിക്കുന്ന വിവരങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തള്ളിയ സ്പീക്കറുടെ നടപടിക്ക് പിന്നാലെ സർക്കാരിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ഇന്നെത്തിയത് സബ്മിഷനുമായി. എന്നാൽ സബ്മിഷൻ അവതരിപ്പിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് 3 ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ തടിയൂരൽ. TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇന്ന് ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വിഷയം വീണ്ടും ഉയർത്തി. അത് പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് വാർത്താക്കുറിപ്പ് വന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് KK രമയുടെ മൊഴി ഇന്നലെയും രേഖപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ്. 7ാം പ്രതി ട്രൗസർ മനോജിന് കൂടി ഇളവ് നൽകാൻ നീക്കമെന്നും ആരോപണം. രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തുമാറ്റി. സർ എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് എന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ്. സാർ ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരാൾക്കും ഇളവ് നൽകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകി മന്ത്രി MB രാജേഷ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. ഇളവ് നൽകാനുള്ള നീക്കം ആഭ്യന്തര വകുപ്പിന്റെ കൂടി അറിവോടെയെന്ന് KK രമ. നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്കുമേൽ കുറ്റം ചുമത്തിയാൽ തീരുന്നതല്ല ഉയരുന്ന ആരോപണങ്ങൾ. സർക്കാർ വാദം ശരിവച്ചാൽ പോലും മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയോ വകുപ്പ് സെക്രട്ടറിയോ അറിയുന്നില്ല എന്നാകും അടുത്ത ചോദ്യം. ഒപ്പം TP വധക്കേസിലെ കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ ലഭിച്ച പരിരക്ഷയും മറന്നുപോകരുത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.